സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഐ എം അഗെയിൻസ്റ്റ് ദിസ് ഹൈറ്റ്. ഇപ്പോൾ അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അഫ്കോഴ്സ് സർക്കാരാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഇത്രയും ഒരു ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി സെയിൽസ് റവന്യൂ കുറയും. ബെവ്കോ ജീവനക്കാരനാണെന്ന് പറഞ്ഞാൽ അവർക്കും പുറത്ത് പറയാൻ ഒരു ഡിഫിക്കൽട്ടിയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് മാറണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4,800 ഷോപ്സ് ആണ്. കേരളത്തിലൊട്ടാകെ എത്ര? 283. Where are the youngsters going? They are going into drugs. Just because you are a woman, you should not drink. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. I think there should be no dry day at all. We will never tolerate corruption. വിസ്കി താല്പര്യമുള്ളവരാരും ഇല്ലേ? വിസ്കി കുറവാണ് കേരളത്തിൽ. സേവനമനുഷ്ഠിച്ച മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച സീനിയർ പോലീസ് ഓഫീസറും സംസ്ഥാന ബെവറേജസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീമതി ഹർഷിത അട്ടല്ലൂരി IPS ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി ഹർഷിത അട്ടല്ലൂരി. നമസ്കാരം. ഇപ്പോൾ ബെവറേജസ് കോർപ്പറേഷനിൽ മോഹൻലാലിൻ്റെ ഒരു പരസ്യത്തിൽ പറയുന്ന പോലെ അവിടെ ഒരു ജോലി കിട്ടാൻ കൊതിച്ചു പോകാത്തത് ആരാണ്? കാരണം അത്രമാത്രം ബോണസാണ്. അതായത് 1 ലക്ഷത്തിന് മേളിൽ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ തവണ 95,000 ആയിരുന്നു. ഒന്ന് വിശദീകരിക്കണം. കഴിഞ്ഞ വർഷം 95,000 ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം ഞങ്ങളിപ്പോൾ 650 കോടി കൂടുതൽ സെയിൽസ് റവന്യൂ ആണ് സമ്പാദിച്ചത്. പിന്നെ അതിനകത്ത് 610 കോടി ഞങ്ങൾ ടാക്സസ് ആയിട്ട് തന്നെ ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ബെവ്കോയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഒരു 8% വർധനവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എത്രത്തോളം ജീവനക്കാർക്ക് ഇതിൻ്റെ ഒരു പ്രയോജനം കിട്ടും? ഇത് റൂൾ എന്താണെന്ന് പറഞ്ഞാൽ 29.5% ആണ്. ലിമിറ്റഡ് ടു 1,02,500 ആണ്. സോ മാക്സിമം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 95% എംപ്ലോയീസ്ക്ക് ഇത്രയും തന്നെ കിട്ടും. മറ്റവർക്ക് കുറച്ച് കുറവായിരിക്കും, 60,000 70,000 അങ്ങനെ ലഭിക്കും. ഈ ആനുകൂല്യം ലഭിക്കുന്ന എത്ര ജീവനക്കാരാണുള്ളത്? 4,000-ഓളം. 4,000 പേരുണ്ട്. അതോടൊപ്പം അവിടെ ഈ സ്വീപ്പേഴ്സായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി ക്ലീനിങ് അവർക്കൊക്കെ ബോണസോ എന്തെങ്കിലും ഉണ്ട്? അവർക്ക് ബോണസ് ഉണ്ട്. അവർക്ക് 6,000 ആണ് ഈ വർഷം കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ സെക്യൂരിറ്റി ഏജൻസീസ് ഉണ്ട്. സെക്യൂരിറ്റി ഏജൻസീസിന് സ്റ്റാഫുണ്ട്. അവർക്ക് 12,500 ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. അവരെ സ്ഥിരം സ്റ്റാഫായിട്ട് അംഗീകരിക്കില്ല അല്ലേ? ഇല്ല. അതിന് പിന്നെ പ്രൊസീജിയർ ഉണ്ടല്ലോ. ഒരു തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും ഈ പണം കൊടുത്ത് ഇത് കുടിച്ച് വറ്റിച്ച് ഈ കോർപ്പറേഷന് പണം ഉണ്ടാക്കി തന്ന കുടിയൻ അല്ലെ മദ്യപർ, അവർക്ക് തലക്കിട്ടൊരടി പോലെ 20 രൂപ മദ്യത്തിന് കൂട്ടുകയും ജീവനക്കാർക്കെല്ലാം ബോണസ്, അടികൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും എന്നുള്ളൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. എന്ത് പറയുന്നു? ബേസിക്കലി ഇത് ഒരു ലീഗൽ ഒരു ബിസിനസ്സാണ്. ഇപ്പം ഞങ്ങളുടെ ഒരു കമ്പനിയാണ്. ഇപ്പം ഞങ്ങൾ വിൽക്കുന്നത് മദ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ FMCG ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയാലും ഞങ്ങളുടെ ജീവനക്കാർ നന്നായിട്ട് ജോലി എടുക്കുന്ന മുറയ്ക്ക് ഞങ്ങൾക്ക് അവരുടെ മോട്ടിവേറ്റ് ചെയ്തേ പറ്റൂ, അവർക്ക് ബോണസ് കൊടുത്തേ പറ്റൂ. കാരണം ഇപ്പോൾ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇവിടെ വന്നത്. ഞാൻ വിചാരിച്ചു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് മാക്സിമം ഒരു എഫേർട്ട് എടുക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ടൈമിങ്സ് അറിയാമല്ലോ, 10 മണി തൊട്ട് 9 മണി വരെയാണ്. ഞങ്ങളുടെ പിന്നെ ജീവനക്കാർ 45% വിമൻ തന്നെയാണ്. 9 മണിക്ക് പിന്നെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് അക്കൗണ്ട് സെറ്റിൽ ചെയ്തിട്ട് ഇവരെല്ലാം വീട്ടിലേക്ക് എത്തുന്നത് എന്നും 10 മണിക്കാണ്. സോ അവർക്ക് ഒരു വീക്ക്ലി ഓഫ് ഇല്ല, ഡെയിലി പിന്നെ ഒരു അവധിയും ഇല്ല. പിന്നെ മാക്സിമം ഉള്ളത് 3 ദിവസത്തിൻ്റെ അവധിയാണ്, പ്ലസ് ഡ്രൈ ഡേയ്സ് ആണ്. ഇത്രയേ ഉള്ളൂ. സോ ഇത്രയും ഒരു ഭയങ്കര ഒരു എഫേർട്ടാണ്. പിന്നെ നമുക്കറിയാം, പിന്നെ ബെവ്കോ ജീവനക്കാരൻ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പോലീസെന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു റെസ്പെക്റ്റാണ്. പക്ഷേ ബെവ്കോ ജീവനക്കാരനാണെന്ന് പറഞ്ഞാൽ അവർക്കും പുറത്ത് പറയാൻ ഒരു ഡിഫിക്കൽട്ടിയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് മാറണം. ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള സേവന വ്യവസ്ഥകളുള്ള ഒരു സ്ഥാപനമായി മാറുകയല്ലേ? മാറണം. ഇപ്പോൾ കാരണം ഞങ്ങളിപ്പോൾ 20,000 crore കമ്പനിയാണ്. ഇപ്പോൾ വി ആർ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കമ്പനീസ് ഇൻ കേരള. അത് പ്രൈവറ്റും പബ്ലിക്കും, ഞാൻ പബ്ലിക് മാത്രമല്ല കണക്കിലെടുക്കുന്നത്. സോ അത്രയും ഒരു വലിയൊരു കമ്പനിയുള്ള സ്ഥിതിക്ക് വി ഷുഡ് ഹാവ് കോർപ്പറേറ്റ് കൾച്ചർ. അതാണ് ഞാൻ എൻ്റെ എംപ്ലോയീസും പറയുന്നത്. നമ്മൾ വേറെ ഒരു വലിയൊരു കോർപ്പറേറ്റിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ പെരുമാറ്റമായാലും ശരി, കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായാലും ശരി, നമ്മുടെ അകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ശരി. ഞങ്ങളുടെ ഷോപ്സ് കണ്ടിട്ടുണ്ടല്ലോ, വളരെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അത് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ എഫർട്ട് എടുക്കുന്നത്. ഫെസിലിറ്റി മെച്ചപ്പെടുത്തി പ്രീമിയം ഷോപ്പുകളുടെ എണ്ണം കൂട്ടണമെന്ന് കേരള ഹൈക്കോടതി തന്നെ ആവശ്യപ്പെട്ടെങ്കിലും നമ്പർ കൂടിയിട്ടില്ല. അതെന്തായിരിക്കും? ബേസിക്കലി ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ഒരു 10ഓളം പുതിയ ഷോപ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 10ഓളം ഷോപ്സ് ഈ തീരെ ഒരു മോശമായ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഷോപ്സ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് പുതിയ ബിൽഡിങ്സിലേക്ക് ആക്കിയിട്ടുണ്ട്.
കേരളത്ത് ഏറ്റവും കുറവ് പെർ സ്ക്വയർ കിലോമീറ്റർ നോക്കിക്കഴിഞ്ഞാലും പെർ ഹ്യൂമൻ ബീങ് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കുറവ് ഷോപ്സ് ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4,800 ഷോപ്സ് ആണ്. കേരളത്തിലൊട്ടാകെ എത്ര? 283. വളരെ കുറവാണ്. വളരെ കുറവാണ്. കാരണം തമിഴ്നാട് ഇപ്പോൾ തമിഴ്നാടായിട്ടാണ് ഞങ്ങൾ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ പകുതി പോപ്പുലേഷൻ നമുക്കുണ്ടല്ലേ, തമിഴ്നാട്ടിൻ്റെ പകുതി പോപ്പുലേഷൻ. സോ അത്രയും ഷോപ്സ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിയൊരു തിരക്കം കാണുന്നത്. കൺവീനിയൻസ് ഇല്ല. അഫ്കോഴ്സ് നമ്മുടെ റൂൾസ് അനുസരിച്ച് ഇപ്പോൾ എക്സൈസ് പോളിസി നോക്കിയാൽ വളരെ ഒരു സ്ട്രിഞ്ചൻറ്റ് പോളിസിയാണ്. ഒരു 200 മീറ്റേഴ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനത്തെ ഇത് പാടില്ല. SC കോളനി ആയാലും ഇതെല്ലാം പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ ഒരു അപ്രൂവൽ കിട്ടിയിട്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോയാൽ അവിടെ നാട്ടുകാരുടെ ഒരു എതിർപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിച്ഛായ മാറ്റണം. കാരണം ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബെവ്കോ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ലൈൻസ് ഉണ്ടാവും, പിന്നെ നാട്ടുകാരുടെ ശല്യമാണ്. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ ഉള്ള സ്ഥിതി. അത് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നാൽ, ഇപ്പോൾ ലുലു മോൾ വന്നാൽ, ഇപ്പോൾ അവിടെ അവിടുത്തെ ജനങ്ങൾ ഹാപ്പി അല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു സൂപ്പർ പ്രീമിയം ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലുലു മോൾ പോലെ തന്നെയാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വെരി സ്മോൾ പ്ലേസ് ലുലു. പക്ഷേ അവിടെ കാണുന്ന സ്റ്റോർ ഇൻഡിപെൻഡന്റ് ബിൽഡിംഗ് ആണ്. ഈ പറഞ്ഞ കണക്കൊരു മോളുകളിൽ തന്നെ ഇത്തരം ബെവ്കോയുടെ ഷോപ്പുകൾ വളരെ ആധുനിക രീതിയിൽ തുടങ്ങിക്കൂടെ? ഞങ്ങളിപ്പോൾ ഗോകുലം മോളിൽ നെക്സ്റ്റ് തുടങ്ങാൻ പോകുന്നു. നെക്സ്റ്റ് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ വെച്ചിട്ടുള്ളത്. കോഴിക്കോട്. ഇവിടെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ മോൾസ് ഞങ്ങൾ തരാൻ താല്പര്യമില്ല. ആൾക്കാർ ഒരേ സമയം മദ്യം വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ നല്ല വെള്ള ചമയാനുള്ള ഒരു ശ്രമമുണ്ടോ? അതായത് ഇത് ബെവ്കോയുടെ കാര്യം പറയുമ്പോൾ മാഡം നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ആൾക്കാർ ജോലി ചെയ്യുന്നവർ, ആ ഒരു കാപട്യമുണ്ടോ? അത് ഒരു കാര്യമാണ്. ഇത് കേരളത്തിൽ ഈ ഒരു എന്താ പറയാം, ഈ ഒരു ഡിസൊനൻസ്, കോഗ്നിറ്റീവ് ഡിസൊനൻസ് എന്ന് പറയും അല്ലേ സൈക്കോളജിയിൽ. ദാറ്റ് ബേസിക്കലി ഈ രണ്ട് കോൺസെപ്റ്റാണ്. മദ്യപിക്കുന്നതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വിചാരിക്കുന്ന പോലെ നമ്മൾ ടോപ്പ് അല്ല. നമ്മൾ നാഷണൽ ആവറേജിനെക്കാളും കുറച്ച് കുറവാണ്. മോശമല്ല, പഞ്ചാബിനോടൊപ്പം പിടിച്ചു നിൽക്കുന്നുണ്ടെന്നോ? നാഷണൽ ആവറേജിനെക്കാളും കുറച്ച് കുറവാണ്. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം പറയാം. ഇപ്പോൾ തമിഴ്നാട്ടിൻ്റെ കാര്യം, ഞാൻ ഷോപ്സിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ ഒരു മാസത്തിൽ 80 lakh കേസസ് ആണ് അവർ വിൽപ്പന നടത്തുന്നത്. നമ്മൾ നടത്തുന്നത് കേവലം 20 lakh കേസസ് ആണ്. അത്രേ ഉള്ളൂ. പോപ്പുലേഷനിലും നല്ല വ്യത്യാസമാണ്. പോപ്പുലേഷനിൽ ഇപ്പോൾ ഹാഫ് ആക്കാം. അപ്പോൾ 40 നമുക്ക് വിൽക്കേണ്ടേ? There are many reasons for this. അതിനകത്ത് ഞങ്ങൾ സ്റ്റഡി നടത്തുന്നുണ്ട്. One is of course ഈ ലാക്ക് ഓഫ് ഷോപ്സ് ആണ്, ലാക്ക് ഓഫ് അവൈലബിലിറ്റി, ലാക്ക് ഓഫ് ലൈക്ക് ഫെസിലിറ്റീസ്. പിന്നെ അതല്ലാതെ പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ലിക്കർ ഇസ് മോസ്റ്റ് എക്സ്പെൻസീവ് ലിക്കർ ഇൻ ദ കൺട്രി ആണ്. 400% ആണ് കേരളത്തിൽ. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ജീവനക്കാർക്ക് ബോണസ് കൊടുക്കുമ്പം ഇത് പൈസ സമ്പാദിച്ചു തരുന്ന മദ്യപർ, പൊതുവെ കേരളത്തിൽ പറയാറുണ്ട് മദ്യപർ ഒരു അസംഘടിത വിഭാഗമാണ്. അവർക്ക് വേണ്ടി പറയാനും ചോദിക്കാനും ആരില്ല. ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. അല്ലല്ല, അത് ഇപ്പൊ തന്നെ ഈ ഒരു കുപ്പി മാറി കൊടുക്കുന്നതിന് 20 രൂപ എന്ന് പറഞ്ഞാൽ അതും കൂടുതൽ ഇപ്പൊ സെപ്റ്റംബർ 10 തൊട്ട് നടപ്പിലാക്കാൻ പോകും. അന്നേരം ഇങ്ങനെ ഈ ടാക്സ് കൊടുക്കുന്നത് കൂടാതെ ഇങ്ങനെ ടാക്സ് ചെയ്യുന്ന ഒരു സമീപനം. 20 രൂപ അത് ബേസിക്കലി മദ്യത്തിന്റെ അല്ല എനിക്ക് തോന്നുന്നു. അത് പതുക്കെ ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പൊ ഹൈക്കോടതി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില ലൈക്ക് സംസ്ഥാനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഗോവയിൽ ഇത് മദ്യത്തിന്റെ കുപ്പി മാത്രമല്ല, വേറെ ഒരു ഫ്രൂട്ട് ആയാലും കൂൾ ഡ്രിങ്ക് ആയാലും പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനത്തെ ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ് അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തിരുപ്പതിയിലായാലും അങ്ങനെയാണ്. നിങ്ങൾ ഏത് കുപ്പി വാങ്ങിച്ചാലും അതിൻ്റെ ഒരു ഡെപ്പോസിറ്റ് കൊടുക്കണം. ഇത് ബേസിക്കലി ഫോർ ദി എൻവയൺമെൻറ്റ് ആണ്. ഇപ്പോൾ തുടക്കം ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് 6 കോടി ബോട്ടിൽസ് ആണ് നമ്മൾ ഓരോ മാസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 കോടിയിൽ ഓൾമോസ്റ്റ് ഒരു 80% ഇത് തന്നെ ആയിരിക്കും നമ്മുടെ പ്ലാസ്റ്റിക് മട്ടത്ത് ഗ്ലാസ് ആണ്. സോ ഇത്ര കോടി കണക്കിട്ട് ഈ ബോട്ടിൽസ് വരുമ്പോൾ ഇതൊരു എൻവയൺമെൻറ്റിന് വേണ്ടിയാണ്. പിന്നെ അത് അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കും. 20 rupees വാങ്ങിക്കൊണ്ട് വാങ്ങുന്ന ഒരാള് ആ കുപ്പി തിരിച്ചു കൊണ്ടുവരുമ്പോഴല്ലേ 20 രൂപ കിട്ടുന്നത്, ആദ്യം കൂടുതൽ കൊടുത്ത്. പക്ഷെ എത്ര പേര് തിരിച്ചു കൊണ്ടുവരും? അല്ല, നെക്സ്റ്റ് ടൈം വാങ്ങുമ്പോൾ തിരിച്ചു കൊണ്ടുവരാമല്ലോ. അത്രേ ഒരു എൻവയൺമെന്റിന് വേണ്ടി അത്ര ഒരു ചെറിയൊരു എഫക്ട്, ചെറിയ വിഭാഗമായിരിക്കത്തുള്ളൂ. ഒരു ഇതിൻ്റെ അകത്ത് തന്നെ നേരത്തെ മദ്യപാനികളുടെ കാര്യത്തിൽ ഒരു അഭിമാനത്തിന്റെ പ്രശ്നവും ചിലർ അത് ഇത് കൊണ്ടുവരാതിരിക്കുന്നവരും കാണത്തില്ല. അല്ല, അപ്പോൾ മറ്റവർക്ക് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ തമിഴ്നാട്ടിൽ സ്റ്റഡി ചെയ്ത സമയത്ത് ആ വീട്ടിലെ ഉള്ള പണിയെടുക്കുന്ന ആ മെയ്ഡോ അല്ലെങ്കിൽ അവരും കൊണ്ടുവന്നിട്ട് ഇത് കൊടുക്കുകയാണ്. അവർക്കും പിന്നെ 5 ബോട്ടിൽ കൊണ്ടുവന്നാൽ 100 രൂപ കിട്ടുമല്ലേ. അവിടെ നടപ്പിലായി.
അവിടെ ഇപ്പോൾ അവിടുത്തെ നമ്മൾ നോക്കിയിട്ടാണ് എക്സ്പെരിമെന്റ് സ്റ്റഡി ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പോൾ തുടങ്ങാൻ പക്ഷെ പോകുന്നത്. എന്നാലും പൈസ കൂട്ടാതെ ഇത് ഇപ്പോൾ ഇത്രയും വരുമാനം എത്രയോ കോടികൾ റവന്യൂ ഉള്ള ഒരു സ്ഥാപനത്തിന് വീണ്ടും ഈ മധ്യവർഗ അത് ഞങ്ങൾക്ക് റെവ്യൂ അല്ല, അത് ഞങ്ങൾക്ക് റെവന്യൂ അല്ല ഇത്. ആക്ച്വലി അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം നടപ്പിലാക്കി എടുക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് എഫർട്ടാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ലേബൽ പ്രിന്റ് ചെയ്യാൻ പോകുന്നു, ഈ ഷോപ്പിന്റെ ലേബലും പിന്നെ ഒരു QR കോഡ് വേണ്ടി. അതൊന്നും ആയിട്ടില്ലല്ലോ. QR കോഡ് ട്രാക്ക് ആൻഡ് ട്രേസ് ഓൾറെഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ എക്സ്ചേഞ്ച് പോളിസിന് വേണ്ടി ഞങ്ങൾ ഒരു ലേബൽ സൃഷ്ടിക്കുന്നു. കാരണം അത് ഒട്ടിച്ചാൽ മാത്രമേ 20 രൂപ വാങ്ങിച്ചിട്ട് അത് ഒട്ടിച്ചിട്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു വർക്കാണ്. തിരിച്ചു കൊണ്ടുവന്നാൽ അത് നോക്കിയിട്ട് പരിശോധിച്ച് ഞങ്ങൾ തിരിച്ചു വാങ്ങണം, പിന്നെ അത് സൂക്ഷിക്കണം, പിന്നെ അതിനെ പിന്നെ ഡിസ്പോസ് ചെയ്യണം. പിന്നെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ ഷോപ്പിൽ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 60,000 to 70,000 rupees ഞങ്ങൾ ചിലവ് വരാൻ പോകുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ us. ആ ചെലവും കൂടി ഇവരുടെ തലയിൽ ഇരുന്നോട്ടെ എന്നുള്ളതാണ്. അല്ല, അത് തിരിച്ചു കൊടുക്കണ്ടേ? ആ പൈസ നമുക്ക് ഇത് എസ്ക്രോ അക്കൗണ്ട് ആണ്. ഇതൊരു ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, ഇത് ലയബിലിറ്റിയാണ്. ഇപ്പോൾ ഞങ്ങൾ ഡെപ്പോസിറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റ് തിരിച്ച് കൊടുത്തേ പറ്റൂ. വി ഹാവ് ടു റിട്ടേൺ ഇറ്റ്. സോ അത് തത്കാലം ജസ്റ്റ് റിട്ടേൺ കിട്ടുന്നവരെ, പിന്നെ എക്സ് കൊണ്ടുവന്നാലും വൈ കൊണ്ടുവന്നാലും ആര് വന്നാലും കുപ്പി തിരിച്ച് വന്നാൽ ഇത് നമുക്ക് തിരിച്ചു കിട്ടും. സോ ബേസിക്കലി ഇവിടെ പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ബീച്ചിൽ ഇങ്ങനെ കളഞ്ഞിട്ട് പോകുന്നു, അല്ലെങ്കിൽ വാട്ടർ ബോഡീസിൽ കളഞ്ഞിട്ട് പോകുന്നു. ഇതെല്ലാം പിന്നെ നിഷേധിക്കാൻ വേണ്ടിയാണ്. നാളെ ഇത് ഞാൻ പറയുന്നത് കൂൾ ഡ്രിങ്ക്സും ഇങ്ങനത്തെ സാധനങ്ങളിലേക്ക് പോകും. അപ്പോൾ ലിക്കർ മാത്രമല്ല ഇതിനകത്ത് ഒരു ഇഷ്യൂ. അല്ല, ലിക്കർ ചില്ലി കുപ്പിയിൽ വിതരണം ചെയ്യുന്ന കാര്യം ഇടയ്ക്ക് ആലോചിച്ചു. അത് ഇന്ന് പിന്മാറിയത് ബേസിക്കലി ഇവിടെ നമുക്ക് ഗ്ലാസ് ഫാക്ടറീസ് ഇല്ല. നമുക്ക് സപ്ലൈ വളരെ പ്രശ്നമാണ്. തമിഴ്നാട്ടിൽ ഗ്ലാസ് ഫാക്ടറീസ് ഉണ്ട്, പക്ഷേ അവരുടെ മൊത്തം സപ്ലൈ പോകുന്നത് അവരുടെ ഇതിലേക്കാണ്. നമുക്ക് UP-യിൽ നിന്ന് നമുക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 30 times കൂടുതൽ കോസ്റ്റാണ് പ്ലാസ്റ്റിക്കും ഇതും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ടെട്രാ പാക്കിൻ്റെ കാര്യം ഞങ്ങൾ ചോദിക്കും. ഇപ്പോൾ ടെട്രാ പാക്കിൻ്റെ കാര്യം ഇറ്റ് ഈസ് അണ്ടർ കൺസിഡറേഷൻ ഓഫ് ദ ഗവൺമെൻറ് ആണ്. ഇപ്പോൾ ടെട്രാ പാക്ക് ബേസിക്കലി ഒരു പ്രാവശ്യം നിഷേധിച്ചിട്ടുണ്ട് 2 വർഷത്തിന് മുമ്പ്. ഒന്നുകൂടി ഞങ്ങളിപ്പോൾ ഇത് സമീപിക്കാൻ പോകുന്നു. ദാറ്റ് വി ആർ ആസ്കിങ് ബിക്കോസ് ടെട്രാ പാക്ക് ആയാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ചീപ്പർ, സെക്കൻഡ് ഇസ് എൻവയൺമെൻ്റലി ഓൾസോ അത്ര ഇപ്പോൾ പ്ലാസ്റ്റിക് പോലെ അല്ലല്ലോ. ദാറ്റ് ഈസ് മച്ച് മോർ എൻവയൺമെൻ്റലി ഡീഗ്രേഡ്. ടെട്രാ പാക്ക് ആകുമ്പോൾ എത്ര അളവ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതളവ് 1 ലിറ്റർ ആയിരിക്കാം, 500 ml ആയിരിക്കാം. പിന്നെ കമ്പനീസ് പറയുന്ന രീതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ ജവാൻ ഇപ്പോൾ പക്ഷേ അഫ്കോഴ്സ് ഈ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് എ ലോട്ട് ഓഫ് മണി. ഇപ്പോൾ ടെട്രാ പാക്ക് മെഷീൻ തന്നെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അത് ഒരു എക്സ്പെൻസ് ഉണ്ടാവും, പക്ഷെ പിന്നീട് എവറിത്തിങ് ഈസ് വെരി മച്ച് ചീപ്പർ. ഇത്തവണ വരുമാനം കൂടി, അന്നേരം ലാഭം കൂടിയോ? ലാഭം ഒരു 10 കോടി കൂടി. അന്നേരം ഇപ്പോൾ എത്ര ലാഭത്തിലാണ് ബെവ്കോ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 125 crores ആണ്. ഇപ്പോൾ ഞങ്ങൾ വേറെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ടേൺ ഓവർ ടാക്സിന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ മൊത്തം ഇപ്പോൾ ഞങ്ങളുടെ സെയിൽസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ പറയാം, ഫസ്റ്റ് ഇപ്പോൾ മദ്യം ഡിസ്റ്റിലറിയിൽ നിന്ന് ബെവ്കോയിലേക്ക് തിരിക്കുന്ന മുമ്പ് തന്നെ ഞങ്ങൾ അഡ്വാൻസ് എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ട്രാൻസ്പോർട്ട് പെർമിറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് ഞങ്ങളുടെ വെയർ ഹൗസിലേക്ക് വരും. വെയർ ഹൗസിൽ നിന്ന് നമുക്ക് ഷോപ്പിലേക്ക് എത്തിക്കാൻ പിന്നെ ഞങ്ങൾ പെർമിറ്റ് ഞങ്ങൾ എടുക്കും. അപ്പോൾ അതിന് ഞങ്ങൾ പൈസ അടയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോപ്പിൽ വിൽപ്പന ആവുന്ന സമയത്ത് സെയിൽസ് ടാക്സ് ഞങ്ങൾ അടയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ആൾക്കാരുടെ ശമ്പളം പിന്നെ എക്സ്പെൻസസ് ഇതെല്ലാം തീർന്ന ശേഷം ഇപ്പോൾ ഈ സെയിൽസ് അനുസരിച്ച് ടേൺ ഓവർ ടാക്സ് അടയ്ക്കും. സോ ടേൺ ഓവർ ടാക്സ് ഇപ്പോൾ സെയിൽസ് കൂടിയാൽ ആക്ച്വലി ഒരു വിധം ഞങ്ങൾ സന്തോഷിക്കാൻ പറ്റില്ല, കാരണം ടേൺ ഓവർ ടാക്സും കൂടും. ടേൺ ഓവർ ടാക്സ് 5%. സോ ഈ പ്രാവശ്യം ഞങ്ങൾ 35 കോടി എക്സ്ട്രാ ടേൺ ഓവർ ടാക്സ് തന്നെ അടച്ചു. സെയിൽസ് കൂടുന്നതിൽ സന്തോഷിക്കുന്നുണ്ടോ സ്ഥാപനത്തിന്റെ മേധാവി എന്നുള്ള നിലയിൽ? ഒബ്വിയസ്ലി എനിക്ക് സന്തോഷം തന്നെയാണ്. കാരണം ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കി, ഹാനികരമെന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ആരോഗ്യത്തിന് ഹാനികരമായ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഡ്രഗ്സിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിൽ ഓൾമോസ്റ്റ് ഒരു 75 ഷോപ്സ് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ പോയ സമയത്ത് വളരെ അപൂർവമായിട്ടാണ് ഈ 40 വയസ്സിൻ്റെ കുറവുള്ള കുട്ടികൾ അങ്ങോട്ട് വരുന്നത്. എല്ലാം പിന്നെ ഓൾഡ് പീപ്പിൾ. വേർ ആർ ദ യങ്സ്റ്റേഴ്സ് ഗോയിങ്? ദേ ആർ ഗോയിങ് ടു ഡ്രഗ്സ്. ഇറ്റ് ഈസ് എ വെരി മച്ച് മോർ ഡേഞ്ചറസ് തിങ്. ഞാൻ പറയുന്നത് ആൽക്കഹോൾ കുടിക്കാനല്ല ഞാൻ പറയുന്നത്, ആൽക്കഹോൾ കഴിച്ചാലും അപകടം കുറഞ്ഞ ഒരു സാധനമാണ്. അതെ. പിന്നെ രണ്ടാമത് നമുക്ക് ഈ വലിയ ഒരു ബോർഡർ ഉണ്ട്, തമിഴ്നാടും പിന്നെ കർണാടകയും. അവിടെ ഈ ലിക്കർ
കോസ്റ്റ് കുറവാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഇത്രയും ഒരു ബ്രാൻഡ്സ് അവൈലബിലിറ്റീസ് അവിടെ ഇല്ല. സോ നമ്മൾ അവിടെ ചിലർ അവിടെ ക്രോസ് ചെയ്യും. മാഹി ഉണ്ടല്ലോ, മാഹിയുണ്ട്. ഈ 3 സ്ഥലങ്ങളിലാണ് നമുക്കിപ്പോൾ നമ്മുടെ റവന്യൂ മൊത്തം അങ്ങോട്ട് പോകുന്നത്. ഇവരെ നമ്മൾ അട്രാക്ട് ചെയ്തിട്ട് നല്ല ഫെസിലിറ്റീസ് കൊടുത്തിട്ട് അടുത്തടുത്ത് തന്നെ കൺവീനിയന്റ് ആക്കിയാൽ ഇവർ ഇവിടെ തന്നെ വാങ്ങും. അങ്ങോട്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നികുതി വളരെ കുറവാണെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. കറക്റ്റ്. ഷോപ്പ് മെച്ചപ്പെടുത്തുന്നത് ഒരു ഘടകമാണെങ്കിലും ഈ പൈസ കുറയ്ക്കുന്ന കാര്യം എന്തെങ്കിലും ആലോചിക്കൂ. ഞാൻ പറയുന്നത് ഐ എം അഗെയിൻസ്റ്റ് ദിസ് ഹൈറ്റ്. ഇപ്പോൾ അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അഫ്കോഴ്സ് സർക്കാരാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഇത്രയും ഒരു ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി സെയിൽസ് റവന്യൂ കുറയും. മറ്റിപ്പോൾ ആന്ധ്രാപ്രദേശിൽ, കർണാടകയിൽ, ഡൽഹിയിലും അവർ ടാക്സ് കുറച്ചിട്ടുണ്ട്. കുറച്ചാൽ അവർ നമ്മൾ പേടിക്കുന്നത് എന്താ, സെയിൽസ് റവന്യൂ കുറഞ്ഞു പോകുന്നു. പക്ഷെ അങ്ങനെയല്ല, സെയിൽസ് റവന്യൂ കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഇത് ഇപ്പം എസ്പെഷ്യലി കേരളത്തിൽ കൂടും. കാരണം ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ മാഹയോ അല്ലെങ്കിൽ തമിഴ്നാടോ അവിടെ നിന്ന് സാധനം വാങ്ങാതെ ദേ വിൽ ട്രൈ ടു സ്റ്റേ ഹിയർ ഇറ്റ് സെൽഫ്. ഇപ്പോൾ കേരളത്തിൽ ഈ മദ്യപിക്കുന്നവരുടെ എണ്ണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്ത്രീ പുരുഷ അല്ലെങ്കിൽ കൗമാരപ്രായക്കാർ അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്തെങ്കിലും ഉണ്ടോ? അത് ഈ ആൽക്കഹോൾ ഇല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡി ആയിട്ടില്ല. പക്ഷേ ഈ അസോസിയേഷൻ ഉണ്ട്, ഡിസ്റ്റിലറി അസോസിയേഷൻ, ഇവർ നടത്താറുണ്ട്. അവരുടെ കയ്യിൽ ആ സ്റ്റാറ്റിസ്റ്റിക്സ്. പൊതുവേ മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ കേരളത്തിൽ? കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. ഇറ്റ് ഇസ് ഗോയിങ് അറ്റ് ദ സെയിം റേറ്റ് എന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പം ആഘോഷങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ ഓണമാണ് വരാൻ പോകുന്നത്. അന്നേരം ഒരു ചാകരയായിരിക്കുമോ ബൗക്കോയ്ക്ക്? ഓണം പറഞ്ഞപ്പോൾ ഓണം, ക്രിസ്മസ്, പ്ലസ് ടു സം എക്സ്റ്റെൻറ്റ് വിഷു ആണ് ഞങ്ങളുടെ മാക്സിമം. ഞങ്ങൾ കൂടുതൽ ഒരു ഓഫ്കോഴ്സ് എഫേർട്ട് അതിന് വേണ്ടി നന്നായിട്ട് പ്ലാനിങ് ചെയ്യുന്നതും പിന്നെ ഞങ്ങൾ ഒരു നല്ലപോലെ വരുമാനം എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സമയങ്ങളിലാണ്. സോ ഹോപ്പ്ഫുള്ളി വി വിൽ. അല്ല, ഇത്രയും കോടി വരുമാനം ഉള്ളപ്പോൾ ഈ ഷോപ്പ് ഹൈക്കോടതി പറഞ്ഞ രീതിയിൽ മെച്ചപ്പെടുത്താൻ ഇത്രയും കാലതാമസം വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, മെച്ചപ്പെടുത്താൻ പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ വി ഹാവ് ടു ഹാവ് ദ എന്താ പറയാം, വി ഹാവ് ടു ഹാവ് ദ ഫണ്ടിങ്. ഇപ്പം ഞങ്ങൾ ഈ കോടിക്കണക്കിന് പൈസ പറയുന്നതും പിന്നെ മൊത്തം ടാക്സിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ 95% അത് പോകുന്നത്. സോ വാട്ട് എവർ ഇസ് ലെഫ്റ്റ്, ഇപ്പോൾ ഞങ്ങൾ പതുക്കെ അതെല്ലാം ക്ലിയർ ആക്കി. ഇപ്പോൾ ഒരു 100ഓളം സൂപ്പർ മാർക്കറ്റ് ഈ കഴിഞ്ഞ വർഷത്തിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് ടൈപ്പ് മോഡൽ സെൽഫ് ഹെൽപ്പ് പ്രീമിയം എന്ന് പറയാറുണ്ട്, അത് ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് ഒരു അറൗണ്ട് 70 ആക്കിയാൽ മൊത്തം 100% ഷോപ്സിൽ സെൽഫ് ഹെൽപ്പ് ടൈപ്പ് വരും. അപ്പോൾ അതിനകത്ത് ഒരു കൺസ്യൂമർ കൺവീനിയൻസ് ആണ്. ഈ ലൈനിൽ നിൽക്കാതെ തന്നെ അകത്ത് പോയി വാങ്ങാം. പിന്നെ പക്ഷേ ആ ഷെൽഫ്സ് എല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഓരോ ഷോപ്പിൽ അറ്റ്ലീസ്റ്റ് ഈ സെൽഫ്സ് വെക്കാൻ നമുക്ക് 5 lakhs വേണ്ടി വരും. സോ അത് നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ തന്നെ ഇപ്പോൾ സൂപ്പർ പ്രീമിയം എന്ന് പറഞ്ഞാൽ തന്നെ അകത്തുള്ള ഡിസൈനിങ്, പിന്നെ എയർ കണ്ടീഷനിങ്, പിന്നെ കണ്ടിന്യൂസ് എയർ കണ്ടീഷനിങ് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലും വരും. സോ അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഞങ്ങൾ സോളാറിന് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അത് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്, അതിന് മുന്നോട്ട് പോകും. സോ അങ്ങനെ ഓരോ ഷോപ്പിന് ഞങ്ങൾ ഇത് എടുത്തിട്ട് വി ആർ ട്രൈങ് ടു ഇംപ്രൂവ് ദ ഫെസിലിറ്റീസ് അവൈലബിൾ. ഇപ്പോൾ തൃശ്ശൂർ തുടങ്ങിയ അതേ രീതിയിലുള്ള ഷോപ്പ് എല്ലാ ജില്ലകളിലും ആലോചിക്കുന്നുണ്ടോ? അതെ, ഓരോ ജില്ലയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷോപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ അഫ്കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഗോകുലം മോളിൽ പിന്നെ 2 ഷോപ്സ് കൊച്ചിയിൽ വരുന്നു, വടക്കേക്കോട്ട ആൻഡ് വൈറ്റില മെട്രോയിൽ വെച്ചാണ്. അത് മെട്രോ പ്രിമൈസസിലാണ്. പിന്നെ നെക്സ്റ്റ് ഷോപ്പ് വരാൻ പോകുന്നത് മൂന്നാറിലാണ്. മറ്റേ പൈപ്പ് ലൈനിലുള്ളത് ഇനി കോവളത്തും ഒരു ബിൽഡിങ്ങിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ എക്സൈസിലേക്ക് അയച്ചിട്ടുണ്ട്. അത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും ഞങ്ങൾ തുടങ്ങും. ഈ ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുന്നതിൽ ഉള്ള ഒരു തീരുമാനം ആരാണ് കൈക്കൊള്ളുന്നത്? ഇപ്പോൾ ഓരോ ബൗക്കോ ഷോപ്പ് അതായത് ഷോപ്പ് ആണോ അതോ അത് മേളിലുള്ള ആൾക്കാരാണോ? ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് നല്ല ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു മാതൃകാപരമായിട്ടുള്ള സിസ്റ്റം തന്നെയാണെന്ന് എനിക്ക് പറയാം. ഇതിനകത്തുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇയർലി റേറ്റ് കോൺട്രാക്ട് ഉണ്ടാവും. ആ റേറ്റ് കോൺട്രാക്ട് സമയത്ത് ഞങ്ങളുടെ കമ്പനി സപ്ലയേഴ്സ് കോട്ട് ചെയ്യും. ഇപ്പം ഞങ്ങൾക്കുള്ളത് ഇത്രയും ബ്രാൻഡാണ്, ഈ ബ്രാൻഡിൻ്റെ ഇതെല്ലാം കോസ്റ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് അവർ ഈ കുറേ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്, ഓഡിറ്റർ സർട്ടിഫിക്കറ്റ് വേണം, ഇതെല്ലാം വെച്ചിട്ട് ഓൺലൈനായിട്ട് തന്നെ അവർ സബ്മിറ്റ് ചെയ്യാറുണ്ട്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം ഞങ്ങൾക്ക് ഞങ്ങൾ മൊത്തം അപ്രൂവ് ചെയ്യാറുണ്ട്. വി ഡു നോട്ട് റിസ്ട്രിക്ട് എനി കമ്പനി. പക്ഷേ എക്സൈസ് ഗൈഡ് ലൈൻസ് പാലിക്കണം. സോ എക്സൈസിൽ ലേബൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സൈസ് പറയുന്നത് ഫോർ എക്സാമ്പിൾ വൈൻ ആയാൽ 15% ആൽക്കഹോൾ. സോ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള എല്ലാ ബ്രാൻഡ്സും എല്ലാ കമ്പനീസും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഞങ്ങൾ അപ്രൂവ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിനിടയിൽ ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇയർലി റേറ്റ് കോൺട്രാക്ട് അത് കഴിഞ്ഞിട്ട് പുതിയ കമ്പനി ഏതെങ്കിലും വന്നാൽ ഞങ്ങൾ അതും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് എസ്റ്റോണിയ, പോർച്ചുഗൽ ഇവർ എംബസി വഴി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ലക്ഷദ്വീപും ഇപ്പോൾ നമുക്ക് ഈ രജിസ്ട്രേഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് എപ്പോൾ വേണമെങ്കിലും അപ്പോൾ നമുക്ക്
മദ്യം നമുക്ക് അയക്കാം. സോ ബേസിക്കലി വാട്ട് ഐ എം ട്രൈങ് മദ്യം ഉണ്ടോ? ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവർ. നമ്മൾ ബെവ്കോയിന്നാണ് അവർ എടുക്കുന്നത്. സോ ഇപ്പോൾ എല്ലാ ബ്രാൻഡ്സും എല്ലാം പിന്നെ കമ്പനീസ് രജിസ്ട്രേഷൻ ആവും. പോപ്പുലർ ബ്രാൻഡിന് മുൻതൂക്കം കൊടുക്കത്തില്ലേ? സോ ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. ഇപ്പോൾ പുതിയതായിട്ട് ദെൻ ദ ക്വസ്റ്റ്യൻ വിൽ കം ഓഫ് എലിജിബിലിറ്റി. ഇപ്പോൾ ഓരോ കമ്പനിയുടെ എലിജിബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. ബേസിക്കലി കഴിഞ്ഞ 3 മാസത്തിൻ്റെ ആവറേജ് സെയിൽസ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഓർഡറാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പുതിയതായിട്ട് വന്നാൽ ഒരു 15,000 കേസസ് എന്ന് പറയും, അത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കും. 15,000 കേസസ് അവർക്ക് കമ്പനിക്ക് തീരുമാനിക്കാം ഏത് വെയർ ഹൗസിലാണ് ഞങ്ങൾ ഇത് എത്തിക്കേണ്ടത് അവർ തീരുമാനിച്ചിട്ട്. പിന്നെ 15,000 കേസസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് മിക്സും അവർക്ക് തീരുമാനിക്കാം. അവർക്ക് ഒരു 20 ബ്രാൻഡിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും അവർ സപ്പോസ് ഈ ബ്രാൻഡ്സ് കോഴിക്കോടിൽ നന്നായിട്ട് പോകും എന്ന് വിചാരിച്ചാൽ ആ ബ്രാൻഡ്സ് അവിടെ എത്തിക്കും. പിന്നെ സൗത്തിൽ ഈ ബ്രാൻഡ്സാണ് കൂടുതൽ ഇവർ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കമ്പനിക്ക് അത് തീരുമാനിക്കാം. ബിക്കോസ് കമ്പനി ഈസ് ഓൾവേസ് ഇൻ ടച്ച് വിത്ത് ദിസ് തിങ്. അത് കഴിഞ്ഞിട്ട് ഇത് വെയർ ഹൗസിലേക്ക് പോകും. വെയർ ഹൗസിലേക്ക് പോയിട്ട് വെയർ ഹൗസിൽ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഓരോ ഷോപ്പിൽ ഏതെല്ലാം മിക്സാണ് അവിടെ പോകുന്ന സെയിൽസ് അനുസരിച്ച് ആ മിക്സ് അങ്ങോട്ട് പോകും. സോ ഇതെല്ലാം സോഫ്റ്റ്വെയറും കമ്പനി തീരുമാനിക്കുന്ന രീതിയിലാണ് ഈ ബ്രാൻഡ്സ് പോകുന്നത്. കൂടുതലായിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനമായാൽ അത് കൂടുതലായിട്ട് സെയിൽസ് ആവുമല്ലേ, അപ്പോൾ അത് കൂടുതലായിട്ട് കമ്പനി അകത്ത് വരും. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, ഈ ഇടുക്കിയിൽ ഈ ബെവ്കോ ഷോപ്പുകളിൽ അവരുടെ ഈ ബ്രാൻഡ് കൂടുതൽ ചെലവഴിക്കാൻ വേണ്ടി ജീവനക്കാർക്ക് കൈക്കൂലി കൊടുക്കാൻ കൊണ്ടുപോയ പണം പിടിച്ചെടുത്തു. അതേസമയം കുറേ പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തയും വന്നു. എന്ത് നടപടി എടുത്തു? അതിന് എനിക്ക് റിപ്പോർട്ടിന് വേണ്ടി ഞാൻ നിൽക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു ഇന്റേണൽ ഓഡിറ്റ് വിഭാഗമുണ്ട്. ഇപ്പോൾ ഈ ഓഫ്കോഴ്സ് വിജിലൻസിൽ വരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് റിപ്പോർട്ട്സ് വരാറുണ്ട്. അങ്ങനത്തെ റിപ്പോർട്ട്സിൽ ഞങ്ങൾ വളരെ കർശനമായിട്ടാണ് അവിടെ എടുക്കുന്നത്. ഞാനിപ്പോൾ വന്നിട്ട് ഒരു 75 പേരിനെങ്കിലും ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ സസ്പെൻഡ് ചെയ്യുന്നത് ബേസിക്കലി ഫോർ കറപ്ഷനാണ്. ബ്രാൻഡ് സെപ്പറേഷൻ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ പൈസ വാങ്ങുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് കൊടുക്കുന്നത് പൈസ വാങ്ങിച്ച് ദേ വിൽ ഗിവ് മോർ. ഇപ്പോൾ 3 ലിറ്റർ അല്ലേ 4 ലിറ്റർ കൊടുക്കും, അല്ലെങ്കിൽ ബൾക്ക് സെയിൽസ് നടത്തും. ഇങ്ങനെ ഏതെങ്കിലും ഇത് വന്നാൽ ഞങ്ങളുടെ ഓഡിറ്റ് ടീം പോയി ഡിക്കോയ് ഓപ്പറേഷൻസ് നടത്താറുണ്ട്. അവർ തന്നെ ഒരു കസ്റ്റമർ പോലെ പോയി നിൽക്കും. എന്നിട്ട് 4 ലിറ്റർ വേണം, ഒരു 100 രൂപ കൂടുതൽ കൊടുക്കാമെന്ന് പറയും. ഇതെല്ലാം ഞങ്ങളുടെ എല്ലാ ഷോപ്സിലും CCTVs ഉണ്ട്. CCTV റെക്കോർഡ് ചെയ്യും. അപ്പോൾ അവർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിപ്പോർട്ടാക്കി വിടും. ഞാനത് സസ്പെൻഷൻ ചെയ്തിട്ട് സംഭവം പുറത്തു വരുമ്പോൾ മറ്റിടങ്ങളിലും അങ്ങനെ വേണേ ഉണ്ടാകും. സി ഐ എം ഓൾവേസ് ഹാപ്പി വെൻ പീപ്പിൾ ആർ കോട്ട്. ബിക്കോസ് ഇപ്പോൾ 100% എനിക്ക് ആർക്കും പറയാൻ പറ്റില്ല. 100% ബെവ്കോ ജീവനക്കാർ ഓണസ്റ്റ് ആണ് എനിക്ക് പറയാൻ പറ്റില്ല, പോലീസ് ഓണസ്റ്റ് ആണ് പറയാൻ പറ്റില്ല, ജേർണലിസ്റ്റ് ഓണസ്റ്റ് ആണ് പറ്റില്ല. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ മറ്റവർക്ക് ഒരു ഡിറ്ററൻസ് ഉണ്ടാവും. So just because nobody is being caught, we cannot say that's a very good department. So I am always happy. ഇങ്ങനത്തെ സാധനങ്ങൾ ആരെങ്കിലും പിടിച്ചാൽ എനിക്ക് ഞങ്ങളുടെ ഇന്റേണൽ വിജിലൻസ് ആയാലും എക്സ്റ്റേണൽ VACB ആയാലും കർശനമായിട്ട് നടപടിയാണ് ഞങ്ങൾ എടുക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ മലപ്പുറത്ത് ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് അയച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അടുത്ത കാലത്ത് ശ്രീകൃഷ്ണപുരമിൽ ബൾക്ക് സെയിൽ നടത്തുമ്പോൾ 5 പേരെ ഞാൻ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് 0 ടോളറൻസ് ഫോർ കറപ്ഷൻ. കാരണം എൻ്റെ പകുതി എന്താ പറയുക, ഇത് ഫസ്റ്റ് ടൈം ഞാനിപ്പോൾ ബിസിനസ്സിലാണുള്ളത്. പക്ഷേ എൻ്റെ പകുതി ലൈഫ് ലൈക്ക് എക്സ്പീരിയൻസ് ഉള്ളത് വിജിലൻസും CBIയും ആൻറ്റി കറപ്ഷനിലാണ്. സോ ഐ വിൽ നെവർ ടോളറേറ്റ് കറപ്ഷൻ. ഈ പൊതുവേ ഈ ഷോപ്പുകളുടെ കാര്യം പറയുമ്പോൾ ഈ ഒരു തൊഴുത്തിൻ്റെ നിലവാരത്തിലുള്ള അല്ലെ ചിലതൊക്കെയാണ് ജയിൽ പോലൊക്കെയുള്ള ഈ ഷോപ്പുകളാണ്. പക്ഷേ അവിടെ ചെല്ലുന്ന ഈ മദ്യം വാങ്ങാൻ ചെല്ലുന്നവർ അവരോടൊരു വളരെ നികൃഷ്ടമായ രീതിയിൽ പെരുമാറുന്ന ജീവനക്കാർ കൂടുതലുണ്ട്. അങ്ങനെ അത് പാടില്ല. ഇത് അതിനു വേണ്ടി ഞങ്ങളിപ്പോൾ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഇവിടെ ബെവ്കോയിൽ ആക്ച്വലി ഒരു ട്രെയിനിങ് ഇല്ലായിരുന്നു. ഒരാൾ ഇങ്ങനെ ജസ്റ്റ് PSC ക്ലിയർ ചെയ്തിട്ട് വരുന്നു, ആ ഷോപ്പിൽ വെച്ച് അവിടുത്തെ കൾച്ചറാണ് അവർ പഠിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ സ്ട്രീം ലൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊരു പുതിയതായിട്ടൊരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നെ കണ്ടാൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഐ ഗിവ് ദം ഒരു 10 മിനിറ്റിൻ്റെ ഒരു ദിസ് തിങ് വാട്ട് ഇസ് ഐ എക്സ്പെക്ട് ഫ്രം ദാറ്റ്. ആൻറ്റി കറപ്ഷൻ ആയാലും ശരി, പൊലൈറ്റ് ബിഹേവിയർ ആയാലും ശരി, പിന്നെ ഒരു ദിസ് തിങ് ഐ ഗിവ് ദം ദിസ് തിങ്. ആൻഡ് ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഒരു 3 ദിവസത്തിൻ്റെ ട്രെയിനിങ്. വാട്ട് ഈസ് ദ സ്റ്റോറി, ഹൗ ഡസ് ബെവ്കോ വർക്ക്, ഹൗ ആർ ദേ സപ്പോസ് ടു ഡു. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഷോപ്പ് ഇൻചാർജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പൊസിഷനാണ്. ഇപ്പോൾ നമ്മുടെ SHO പോലെയാണ്. സോ അവർക്ക് ഒരു ട്രെയിനിങ് ഇല്ലായിരുന്നു. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ട്രെയിനിങ് എടുത്തിട്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കേണ്ടത്. ബിക്കോസ് SIC നന്നായിട്ട് പെരുമാറിയാൽ, SIC കറക്റ്റായിട്ട് ഷോപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ എംപ്ലോയീസും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഷോപ്പുകളിൽ ഇപ്പോൾ സ്ത്രീകളും ജീവനക്കാരായിട്ടുണ്ടല്ലോ, അവർ വന്ന ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടോ? സി ഓൾ ദ വേൾഡ് വൈഡ് ഈ ഒരു റിസർച്ച് നടത്തിയ സമയത്ത് ഇവർ കാണുന്നത് ഈ
സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ആ കൾച്ചറൽ മാറ്റം ഉണ്ടാവും എന്നാണ്. ഇപ്പോൾ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെയും അതാണ് പറയുന്നത്. ദാറ്റ് കൂടുതൽ സ്ത്രീകൾ വന്നാൽ പോലീസിൻ്റെ കൾച്ചറിലേനും ഒരു നല്ലൊരു മാറ്റം വരുമെന്ന്. ഒബ്വിയസ്ലി സ്ത്രീകളുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരുന്നത് കുറവാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളിനെതിരെയും കംപ്ലയിൻറ്റ്സ് വരുന്നു. പക്ഷെ ഞങ്ങളത് എൻക്വയറി ചെയ്തിട്ട് സത്യമായാലും അപ്പോൾ തന്നെ നടപടി എടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളും ആ കൾച്ചർ പഠിക്കാൻ പാടില്ല. സ്ത്രീകളുടെ വാട്ട് എവർ ഇങ്ങനത്തെ പെരുമാറ്റം വ്യത്യാസം പറഞ്ഞാൽ നമ്മൾ ഈ വളർച്ചയിലുള്ള ഒരു വ്യത്യാസമല്ലേ. ഇപ്പം പേരൻസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസമാണ്. ദാറ്റ്സ് വൈ പുരുഷനും സ്ത്രീകളും തമ്മിൽ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ സ്ത്രീകൾ ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നമ്മൾ പെരുമാറിയാൽ മാത്രമേ ഇവർ അനുസരിക്കുള്ളൂ. എൻ്റെ ഫീലിംഗിലേക്ക് പോയാൽ പിന്നെ അത് സെയിം ആയിരിക്കും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയാണ്. സ്ത്രീകൾ കയറി കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് വരും, അല്ലെങ്കിൽ ഒരു ജെൻറ്റിൽ ബിഹേവിയർ വരണം, പൊലൈറ്റ് ബിഹേവിയർ വരണം നാം പ്രതീക്ഷിച്ചാൽ. പക്ഷേ അവിടെ ഒരു പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് വിചാരിച്ചാൽ പ്രശ്നമാണ്. അതിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമായി അവർ മാറും. പോലീസിലും അങ്ങനെ ഉണ്ടല്ലോ. ഈ പോപ്പുലർ ബ്രാൻഡിന്റെ കാര്യം പറയുമ്പോൾ ഈ ജവാൻ റം അത് ആൾക്കാർക്ക് വലിയ താല്പര്യം, അതിനനുസരിച്ചുള്ള ഒരു ഡിമാൻഡിനനുസരിച്ചുള്ള കൺസംഷനോ അല്ലെങ്കിൽ ഇതുണ്ടോ? ഇപ്പോൾ ബേസിക്കലി ഞങ്ങൾ ഇതൊരു ഓഫ്കോഴ്സ് അവിടെ ഒരു ഫയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളത് റെനോവേറ്റ് ചെയ്തിട്ട് എല്ലാ ഫയർ ക്ലിയറൻസ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ തുടങ്ങിയത്. അഫ്കോഴ്സ് ഞങ്ങളുടെ ഫാക്ടറിയിൽ ഇല്ലായിരുന്നു, അത് വെയർ ഹൗസിലാണ്. എന്തായാലും ആ റിസ്ക് എടുക്കാൻ പാടില്ല ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ടാർഗറ്റ് ഓരോ ദിവസം 15 ലോഡാണ് ഞങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് ഈ പ്രൊഡക്ഷന് റാമ്പ് അപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് പ്രപ്പോസൽ സ്റ്റേജിൽ ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ മാനുവൽ ലൈൻസ് ആണ്, 6 മാനുവൽ ലൈൻസ് ആണ്. ഒരു ഓട്ടോമാറ്റിക് ലൈനെങ്കിലും റെഡിയാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് കൺസ്ട്രക്ഷൻ ഇതെല്ലാം വേണ്ടി വരും. അത് പ്രപ്പോസൽ സ്റ്റേജിലാണ്. അത് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഡിമാൻഡാണ്. ഞങ്ങൾ എസ്പെഷ്യലി ഇടുക്കി ഇങ്ങനത്തെ ഹിൽ ഡിസ്ട്രിക്ട്സിൽ ഒരുപാട് ഡിമാൻഡുണ്ട്. സോ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇതൊരു കാര്യമാണ്. പിന്നെ MDLയുടെ കാര്യം അറിയാമല്ലോ, പാലക്കാടിൽ അത് ബ്രാൻഡിയാണ്. അവിടുത്തെ ജാനുവരിയിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ പ്രൊഡക്ഷൻ തുടങ്ങുമെന്ന്. ബിയർ നിർമ്മിക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ തത്കാലം ഇല്ല. വീര്യം കുറഞ്ഞ മദ്യം അതാണോ പാലക്കാട്? അല്ല, അത് ബ്രാൻഡിയാണ്. വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ ആലോചനയുണ്ടോ? നമുക്ക് നിർമ്മിക്കാൻ ആലോചന ഇല്ല, പക്ഷേ അത് അപ്രൂവലും ഇല്ല. കേരളത്തിൽ ബേസിക്കലി ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ട്. പക്ഷേ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ടാക്സ് സ്ട്രക്ചർ തന്നാലേ ഞങ്ങൾക്ക് ഈ ഇതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരുപാട് റിക്വസ്റ്റാണ് ഞങ്ങൾ വരുന്നത്. അത് സ്ത്രീകളെ ആവശ്യപ്പെടുന്നു, ടൂറിസ്റ്റ് ആവശ്യപ്പെടുന്നു. പക്ഷെ അങ്ങനത്തെ ഇപ്പോൾ ലോകപ്രിയമായ ബ്രാൻഡ്സ് നമുക്ക് കേരളത്തിൽ കിട്ടുന്നില്ല. അപ്പോൾ അതൊരു പരാതിയാണ്. സോ ഹോപ്പ്ഫുള്ളി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോ ഇൻറ്റൻസിറ്റി ആൽക്കഹോൾ നമുക്ക് വിൽക്കാം. ഇപ്പം ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, വിദേശ നിർമ്മിത വിദേശ മദ്യം, അതിപ്പം ബെവ്കോ ഷോപ്പുകളിൽ പലയിടത്തും ഉണ്ട്. പക്ഷേ എല്ലാ ബ്രാൻഡുകളും ഒന്നുമില്ല, ചിലയിടത്തുണ്ട്. അത് എൻ്റെ വിൽപ്പന എങ്ങനെ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ വിൽപ്പന ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് ഒരു 20,000 കേസ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇപ്പോൾ ഈ വർഷം ഇന്നത്തെ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിനേക്കാളും ഈ വർഷം ഒരു 20,000 കേസസ് കൂടുതലാണ് ഫോറിൻ ലിക്കർ ആയാൽ കൂടിയത്. ഫോറിൻ മെയ്ഡ് വൈനും ഫോറിൻ മെയ്ഡ് ലിക്കറുമാണ് നമുക്ക് അപ്രൂവൽ. ഈ ഫോറിൻ മെയ്ഡ് ബിയറുടെ അപ്രൂവലും ഇതുവരെ ഇല്ല. അതും പിന്നെ ഞങ്ങൾ ടാക്സ് റേറ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അത് ഗവൺമെൻറ് അപ്രൂവൽ ഉണ്ട്, പക്ഷേ ടാക്സ് റേറ്റ് വരണം. സ്ത്രീകൾക്കിടയിൽ മാഡം വളരെ റിസർച്ച് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ IIM-ലൊക്കെ പഠിച്ച ആളാണ്, വിദേശത്തു നിന്നുമൊക്കെ ബിരുദം നേടിയ ആളാണ്. അന്നേരം ഈ ഒരു കൗതുകത്തിൻ്റെ പേരിൽ കേരളത്തിൽ മദ്യപിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? പെൺകുട്ടികൾ അല്ലെ യുവതികൾ? ഇപ്പോൾ പണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ബാറുകളിലൊക്കെ ഇവരെയൊക്കെ ഡൽഹിയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ്, പക്ഷേ കൂടി വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ എന്തൊരു സ്റ്റാറ്റിസ്റ്റിക്സ്? കൂടി വരുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ കാരണം പണ്ട് ലൈക്ക് കള്ള് കുടിക്കുമായിരുന്നല്ലോ, കള്ള് കഴിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവരെനിക്ക് തോന്നുന്നു ഇപ്പോൾ വൈനും പിന്നെ നമ്മുടെ കൾച്ചറൽ വൈനും കഴിക്കുന്നത് ഒരു കൾച്ചറൽ ഭാഗമല്ലേ. ഇപ്പോൾ സെൻട്രൽ കേരളം നോക്കി കഴിഞ്ഞാൽ കൾച്ചറലായിട്ട് കഴിക്കും. സോ അത് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല വിത്തൗട്ട് ദ ഡേറ്റ. ബട്ട് സ്ത്രീകളാണ് പുരുഷന്മാരാണ്, നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം പറയാൻ പാടില്ലല്ലോ. ഇഫ് യു ആസ്ക് മീ പേഴ്സണലി നോബഡി ഷുഡ് ഡ്രിങ്ക്. പക്ഷേ ജസ്റ്റ് ബിക്കോസ് യു ആർ എ വുമൻ യു ഷുഡ് നോട്ട് ഡ്രിങ്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഒരു പക്ഷേ പണ്ടുണ്ടായിരുന്ന സ്ഥിതി മാറിയിട്ടുണ്ട്. പണ്ടുള്ളവരുടെ സ്ഥിതി മാറണം. ദ തിങ് ഈസ് ഓൺലി പുരുഷന്മാർ കഴിക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പുരുഷന്മാരുടെ മാത്രം ഒരു വേൾഡ് അല്ല ഇതല്ലേ. അതെ, ഈ കുട്ടികൾക്കിടയിൽ ഇപ്പം ഡ്രഗ്സ് ആണ് ഭയങ്കര ഒരു വലിയ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മദ്യപാനവും ഇപ്പം നമുക്ക് ബെവ്കോയിൽ നിന്നൊരു മദ്യം വാങ്ങണമെങ്കിൽ 23 വയസ്സ് വേണം. അത് പക്ഷേ അങ്ങനെ അല്ലാത്തവരും അതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു ഷോപ്പിൽ വരുന്നവരുടെ പ്രായം ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോയാൽ എൻ്റെ പ്രായം ആരും ചോദിക്കില്ല. പക്ഷേ ഒരു ബോർഡർ ലൈൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചോദിക്കാറുണ്ട്. ഒരു ID പ്രൂഫ് കാണിക്കാൻ പറയും.
അങ്ങനെ ആയാൽ അത് കുറവായാൽ പിന്നെ അപ്പോൾ തന്നെ പറഞ്ഞു വിടും. 23 ഇയേഴ്സ്, ഇപ്പോൾ 23 ഇയേഴ്സ് കൂടിയാൽ ഒരു 25 വയസ്സ് പ്രായമായിട്ടുള്ള ആൾക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കാമല്ലോ, സപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ. അത് നമുക്ക് പിന്നെ പെപ്കോന് തടയാൻ പറ്റില്ല. യഥേഷ്ടം വിൽക്കുന്ന ഒരു രീതിയില്ല, അങ്ങനെ പറ്റില്ല. പക്ഷെ എന്നാലും കുട്ടികൾക്കിടയിലും ഒക്കെ ഇപ്പം മദ്യം, ഇപ്പോൾ എല്ലാ ആഘോഷങ്ങൾക്കും പണ്ടൊക്കെ വളരെ വലിയ സെലിബ്രേഷൻസിലൊക്കെ ആയിരിക്കും മദ്യം വരുന്നത്. ഇപ്പോൾ എവിടെ എല്ലാ ദിവസവും മദ്യം ഇല്ലാതെ പോകാൻ പറ്റാത്ത ഒരു കൾച്ചർ വരുന്നുണ്ട്. മരണമാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹമാണെങ്കിൽ ആഘോഷമാണെങ്കിൽ ആ ഒരു കൾച്ചർ ഇത് കൂടി മാറി മാറി വരുന്നില്ലേ? ഡ്രഗ്സ് ഇല്ലാത്ത ഒരു കൾച്ചറായാൽ അപ്പോൾ എനിക്ക് സന്തോഷമായിരിക്കും. ഓഫ് കോഴ്സ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് ഇപ്പോൾ ഹാർഡ് ഡ്രിങ്കിങ്ങിൻ്റെ കാര്യത്തിൽ പണ്ട് പിന്നെ ഒരുപാട് മദ്യപിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടായിരുന്നില്ലേ, അതെ. ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ എന്തുകൊണ്ട് ഉണ്ട്, പക്ഷെ അതിന്റെ കുറവില്ലേ. ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണ് ഇപ്പൊ ബെവ്കോ പറയുന്നത്. നിങ്ങൾ കഴിച്ചാൽ you please do like in a responsible way, do not drink and drive or do not harm your health. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ഒരുപാട് ഈ ക്യാമ്പയിൻ ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങളുടെ 25% CSR ഫണ്ട്സ് അവർക്ക് കൊടുക്കുന്നു അഗൈൻസ്റ്റ് ഡ്രഗ്സിന് വേണ്ടി. പൂർണ്ണമായിട്ടുള്ളൊരു മദ്യ നിർമ്മാർജ്ജനം നടക്കുന്ന കാര്യമല്ല, ബോധവൽക്കരണം എന്നുള്ളൊരു കാര്യത്തിന് അതിനുവേണ്ടി പൈസ ചെലവഴിക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ ഡ്രഗ്സ് ആണ്. ഒരു കാര്യം ഞാൻ പറയേണ്ടത്, എവിടെ വെച്ച് ഈ പ്രൊഹിബിഷൻ നടത്തിയാലും ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമേ അല്ല, ഇന്ത്യ ഇപ്പോൾ US ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് അറിയാമല്ലോ, ഇൻ ദ 19 ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മാഫിയ when it was there in the US. So ഇവിടെ വെച്ച് നമ്മൾ വെറുതെ ഈ പ്രൊഹിബിഷനോ അല്ലെങ്കിൽ സീറോ അൺലെസ് നടത്തിൽ സൊസൈറ്റി ഗിവ്സ് ഇറ്റ് അപ്പ്. ഇപ്പോൾ 1000 വർഷം കണക്കിൽ നോക്കി, ഇപ്പോൾ ഈവൻ ട്രഡീഷണലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സോമ സുര നമുക്ക് വേദങ്ങളിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സോ ഇത്രയും വർഷങ്ങളായിട്ട് ഇവർ കഴിച്ചുകൊണ്ട് വരികയാണ്. സോ ദിസ് ഹാസ് ടു, ഇഫ് യു വാണ്ട് us to change, then society has to change from childhood. പക്ഷേ ഇത് 25-year-old പയ്യനെ നമ്മൾ നിഷേധിക്കുകയാണെന്ന് പറഞ്ഞാൽ that person will try to get it in a wrong way. പ്രൊഹിബിഷൻ ഒരു ശരിയായ വഴിയല്ല, മറിച്ച് ബോധവൽക്കരണമാണ് വേണ്ടത്. ഇപ്പം മാഡം നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ജവാൻ റമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇടുക്കിയിലൊക്കെ ഡിമാൻഡ് കൂടുതലാണ്. ഈ ജില്ല തിരിച്ച് ഇങ്ങനെ ഡിമാൻഡ് വിസ്കി, ബ്രാൻഡി, അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഏറ്റവും കൂടുതൽ സൗത്ത് മൊത്തം റമ്മാണ്, നോർത്ത് മൊത്തം ബ്രാൻഡിയാണ്. വിസ്കി താല്പര്യമുള്ളവരാരും ഇല്ലേ? വിസ്കി കുറവാണ് കേരളത്തിൽ. അത് ഡൽഹിയിൽ പക്ഷേ വിസ്കിയാണ് കൂടുതൽ. അതുപോലെ ദക്ഷിണ കേരളത്തിൽ റമ്മിനോടും വടക്കൻ കേരളത്തിൽ ബ്രാൻഡിയോടുമാണ് താല്പര്യം. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ മാഡം ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് മേഖലകൾ, ഇപ്പോൾ CBI തൊട്ട് പല ഇതിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഒരു മാർക്ക് തെളിയിച്ചിട്ടുമുണ്ട്. ഈ ജോലി എങ്ങനെയാണ് തോന്നുന്നു? ഞാനത് ചോദിക്കാൻ കാര്യം, മാഡം നേരത്തെ പറഞ്ഞു ഈ ടാക്സ് കൂടുതൽ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം കുറയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു. മദ്യത്തിനെതിരാണെങ്കിലും മദ്യപരോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ബിസിനസ്സിൻ്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടാണോ? എനിക്ക് എൻ്റെ ജോലിയായിട്ടാണ് സോഫ്റ്റ് കോർണർ. അത് ഏത് ജോലിയായാലും, ലീഗൽ പ്രൊഫഷൻ ആയാൽ ഐ ഹാവ് ടു ഡു മൈ ബെസ്റ്റ്. അതാണ് ഇപ്പോൾ ഞാൻ ഒരു ഓഫ്കോഴ്സ് ഇവിടെ വരുമ്പോൾ ഇത് ഓർഡർ, ഞാൻ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. ഐ എം എ ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ബട്ട് ഐ ഹവ് നെവർ വർക്ക്ഡ് ഇൻ ദ ബിസിനസ്. സോ 22 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടി. ദാറ്റ് മൈ ഓൾഡ് കോമേഴ്സ് ഡിഗ്രീസ് ഓൾസോ ഐ എം ടേക്കിംഗ് കോമേഴ്സ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻസി. സോ ദാറ്റ്സ് ഹൗ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയല്ലേ, അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ്, ഈ കാര്യങ്ങൾ നോക്കാനും പിന്നെ ബിസിനസ് പരമായിട്ടും ഇത് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒരു അവസരമാണ്. സോ ഫോർ ദാറ്റ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് പലരും പറഞ്ഞു പിന്നെ ഈ മോറൽ കോമ്പസ് ഉണ്ടല്ലോ, ഹൗ വിൽ യു ഗോ ആൻഡ് വർക്ക് ആസ് എ പോലീസ് ഓഫീസർ? ഇറ്റ് ഇസ് വെരി ക്ലിയർ. പോലീസ് ഓഫീസറുടെ ഒരു ലോ വന്നാൽ അതിൽ ലോ എന്താണ്, ഇതിന് എൻ്റെ ഇപ്പോൾ മൊറാലിറ്റിക്ക് ഇതാണോ ഇതാണോ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. വാട്ട് എവർ ഇസ് ദ ലോ വി ഹാവ് ടു ഫോളോ. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ലീഗൽ ബിസിനസ്സാണ്, അത് ഞാൻ ചെയ്യുന്നു. എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഇതൊന്നും ഒരു വിഷയമല്ല, ഏത് ജോലിയാണെങ്കിലും അല്ലേ? ഈ പറഞ്ഞ ഈ ഒരു ടാക്സ് കുറയ്ക്കണമെന്നുള്ളത് ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണോ? അത്തരം പ്രപ്പോസൽ വല്ലതും കൊടുത്തിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തില്ല. ഐ മീൻ ബെവ്കോ CMD ആയിട്ട് ഞങ്ങൾ പ്രപ്പോസൽ കൊടുത്തില്ല. പക്ഷേ അസോസിയേഷൻസ് പല പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഞങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിലേക്ക്. ഞങ്ങൾ തരുന്നതെല്ലാം പിന്നെ കാരണം ഇറ്റ് ഇസ് ലൈക്ക് യു ഓൾസോ ബീങ് ഫ്രം ദ കോമേഴ്സ് സൈഡ്, യു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. വെൻ വെൻ ബിക്കംസ് ടു ഇൻഇലാസ്റ്റിക് ദെൻ ദർ ഇസ് നോ പോയിന്റ്. അപ്പോൾ സെയിൽസ് റവന്യൂ കുറയും. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഓൺലൈൻ, ഇതിപ്പോൾ കഴിഞ്ഞു, ഓൺലൈൻ ആയിട്ട് മദ്യം വിൽക്കുന്നതിനെ കുറിച്ച് ഒരു പ്രപ്പോസൽ പോയി, പക്ഷെ അത് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തില്ല. ബട്ട് വിൽ സ്റ്റിൽ കീപ് ട്രൈങ്. നെക്സ്റ്റ് ഇയർ ഒരു പക്ഷേ നെക്സ്റ്റ് ഇയർ കിട്ടാം, അത് കഴിഞ്ഞിട്ട് കിട്ടാം. സോ ബേസിക്കലി കൺസ്യൂമർ കൺവീനിയൻസിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രൈ ഡേ, അതിനും ഇപ്പോൾ പല ഈ ടൂറിസം കോൺഫറൻസ് ഒക്കെ ചിലപ്പോൾ ശ്രീലങ്കയിലേക്ക് മാറിപ്പോകുന്നു. അതിലും വലിയ കാര്യമുണ്ടോ?
ഇപ്പോൾ ഡ്രൈ ഡേയിൽ വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ ഇവരെ ക്രെഡിറ്റ് ഇപ്പോൾ പണ്ട് ഇപ്പോൾ എന്തോ ആ ശമ്പളം കിട്ടുന്ന ദിവസം തന്നെ ഇവർ പോയി അവിടെ മൊത്തം ക്ലിയർ ആക്കുക എന്നാണ് പേടിച്ചിട്ടൊരു ഡ്രൈ ഡേ എന്ന് വെച്ചത്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ എല്ലാം പിന്നെ സ്റ്റോക്ക് ഉണ്ട്, പിന്നെ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. ഒരു രൂപ കയ്യിലില്ലെങ്കിലും പോയി അവർക്ക് വാങ്ങാമല്ലോ. പിന്നെ എല്ലാം ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. സോ ഇറ്റ് ഈസ് ടോട്ടലി ഒരു അനക്രോണിസം എന്ന് തന്നെ പറയാം. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ, ഇറ്റ് കനോട്ട് ബി ഇംപ്ലിമെൻറ്റഡ്. ഐ തിങ്ക് ദർ ഷുഡ് ബി നോ ഡ്രൈ ഡേ അറ്റ് ഓൾ. ഈ ഡ്രൈ ഡേയുടെ തലേ ദിവസം വിൽപ്പന കൂടുതലുണ്ടോ? അത് ഡേറ്റ ഞാൻ എടുക്കണം, ഒരു പക്ഷേ ആയിരിക്കാം. ടു സ്റ്റോക്ക് ഇറ്റ് അപ്പ്, അവധി ദിവസത്തിന് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ കുറച്ച് കൂടുതലുണ്ടാവും. പൊതുവേ ഒരു ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീസൺഡ് പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ കേരളത്തിൽ ക്രൈം അഗെയിൻസ്റ്റ് വിമൻ അത് കൂടി വരികയാണോ? എന്താണ് ഒബ്സർവേഷൻ? കൂടി വരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് കൂടി വരുന്നത് നമുക്ക് നോക്കണം. മദ്യത്തിന് റോൾ ഉണ്ടോ എന്നാണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. മദ്യത്തിൻ്റെ റോള് എന്ന് പറഞ്ഞാൽ കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ ദർ ഇസ് മച്ച് മോർ റിപ്പോർട്ടിംഗ്. ഇപ്പോൾ കേരള ക്രൈം റേറ്റിൽ നമ്പർ 1 ഇൻ ദ കൺട്രി ആണ്, അതായത് ഇറ്റ്സ് നമ്പർ 2 ആഫ്റ്റർ ഡൽഹി. സോ അങ്ങനെ നമുക്ക് ഒരു സ്ത്രീക്ക് ഇവിടുത്തെ റോഡിൽ നടക്കുന്നത് സേഫ്റ്റി ആയിട്ട് തോന്നുമോ, അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ ബീഹാറിലോ ലേഡി ഫീൽ കംഫർട്ടബിൾ? Lady will feel comfortable in Kerala. And that is the greatest strength of Kerala. എന്താണെന്ന് പറഞ്ഞാൽ we are a litigant public. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ we do not sit down and take it. We protest, we complain. So that is the strength of Kerala. So അതുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരണം. ഇപ്പോൾ ബീഹാറിൽ ദാറ്റ്സ് വൈ ദേ സേ ലൈക്ക് സീരിയസ് ക്രൈം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മർഡർ റേറ്റും ബീഹാറിൻ്റെ മർഡർ റേറ്റും നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ബി 1/4 ഓഫ് ബീഹാർ. പക്ഷേ ക്രൈംസ് അഗേൻസ്റ്റ് വിമൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിൽ ബി 10 times ഓഫ് ബീഹാർ. എന്തുകൊണ്ട്? അവിടെ റിപ്പോർട്ടിംഗ് ഇല്ല. സ്ത്രീകളെല്ലാം പിന്നെ മൗനമായിട്ട് അവിടെ സഹിക്കുന്നു. ഇവിടെ സ്ത്രീകൾ ഇനി ഈവൻ നൗ ഇൻ കേരള എനിക്ക് 100% സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല. മേ ബി ഇറ്റ് ഇസ് ഓൺലി 50%. പക്ഷെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് നിഷേധിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ആൽക്കഹോളിയുടെ എന്താണ് റോൾ? ആൽക്കഹോളിൻ്റെ റോൾ ക്രൈം അഗേൻസ്റ്റ് വിമനിൽ മാത്രമല്ല, ഏതൊരു ക്രൈം ആയാലും ആൽക്കഹോൾ ഇൻക്രീസസ് ദ ടെൻഡൻസി ബിക്കോസ് ഇറ്റ് ലോവേഴ്സ് ദ ഇൻഹിബിഷൻസ്. നമ്മുടെ ഇൻഹിബിഷൻസ് കുറഞ്ഞു പോയാൽ വി മൈറ്റ്, ഇഫ് വി ആർ ഓൾറെഡി ഹാവിങ് ദ ക്രിമിനാലിറ്റിയുടെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഓബ്വിയസ്ലി നമ്മൾ അതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് പോകും. ഈ പല വകുപ്പുകളിലും ഇരുന്നെങ്കിലും എല്ലാ വകുപ്പുകളിലും വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടോ? എൻജോയ് ചെയ്ത് ലോ ആൻഡ് ഓർഡർ ആണോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ എനിക്ക് സ്പെസിഫിക് ആയിട്ടൊന്നും ഇല്ല. ലോ ആൻഡ് ഓർഡർ പിന്നെ ഞാൻ IG സൗത്ത് സോൺ ആയിരുന്നു, ഇപ്പോൾ 2 വർഷം അവിടെ ആയിരുന്നു. ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം ദെൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിജിലൻസിലെയും പിന്നെ ആൻറ്റി കറപ്ഷൻ ആയതുകൊണ്ട് ദാറ്റ് വാസ് എ ഗുഡ് തിങ്. പിന്നെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ CBIയിൽ 5 വർഷം ഉണ്ടായിരുന്നു, മുംബൈയിൽ വെച്ച്. അതുപോലെ നല്ലൊരു സ്ട്രെസ്ഫുൾ ഒരു ടെന്യൂറാണ്, പക്ഷെ നന്നായിട്ട് പഠിച്ചതും പിന്നെ വലിയ ഒരു ബാങ്കിങ് ആൻഡ് സെക്യൂരിറ്റി ഫ്രോഡ്സിലായിരുന്നു. അപ്പോൾ കോടിക്കണക്കിൻ്റെ 1000 കോടിയുടെ ഫ്രോഡ്സ് അന്വേഷിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എ ഹ്യൂജ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇങ്ങനത്തെ 1000 കോടികളുടെ കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ മാത്രമാണ് ഞങ്ങൾ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ കോടി കണക്കിൻ്റെ പൈസ നമുക്ക് പോലീസിൽ കാണാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ് ഈസ് എ വെരി സ്മോൾ. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഫൈനാൻഷ്യൽ ഫ്രോഡ് സംഭവിച്ചാലും ദേ ആർ നോട്ട് ദാറ്റ് ബിഗ് മാഗ്നിറ്റ്യൂഡ്. ഗവൺമെൻറ് ബിസിനസ് നടത്തുക എന്നുള്ളതാണ് എല്ലാ ഓഫീസേഴ്സിൻ്റെയും അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ എല്ലാം ഉത്തരവാദിത്വം. പക്ഷേ മാഡം എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് വ്യൂ എല്ലാ കാര്യത്തിലും കാണാറുണ്ടോ? ആസ് എ ഹ്യൂമൻ ബീയിങ് എല്ലാവർക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് വ്യൂ ഉണ്ടാവുമല്ലേ? എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യാറുണ്ട് പലപ്പോഴും അല്ലേ? എക്സ്പ്രസ് എനിക്ക് തോന്നിയാൽ, എനിക്ക് തെറ്റില്ല എന്ന് തോന്നിയാൽ ഞാൻ എക്സ്പ്രസ് ചെയ്യും. സ്ഥലമാറ്റം കൂടി വന്നത് ഇപ്പോൾ തന്നെ ഇതിനിടയിൽ എത്ര സ്ഥലമാറ്റമായി? ഒരുപാടായി. പക്ഷേ ഐ ഡു നോട്ട് ബോദർ അബൌട്ട് ദാറ്റ്. ഐ സി എനിവേർ വി ഗോ വി ഹാവ് ടു ഡു അവർ വർക്ക്. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. നോ പ്രോബ്ലം. എവിടെ സ്ഥലം മാറ്റിയാലും അവിടെ പോകാൻ തയ്യാറാണ്, അവിടെ ജോലി എടുക്കാൻ തയ്യാറാണ്. രണ്ടുപേരും ഇപ്പോൾ അദ്ദേഹം നാഗരാജു ഹസ്ബൻഡ് രണ്ടുപേരും ഈ ഫീൽഡിലാണല്ലോ. അന്നേരം വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? വീട്ടിലെ കാര്യങ്ങൾ രണ്ടുപേരും നോക്കും. അതെ, രണ്ടുപേരും ഷെയർ ചെയ്യും. രണ്ടുപേരും ഷെയർ ചെയ്യും. ഈ പണ്ട് അട്ടല്ലൂരി എന്ന് പറയുന്ന സ്ഥലത്ത്, എനിക്ക് ആന്ധ്രയിലല്ലേ, അതെ, അവിടുന്ന് കൊമേഴ്സ് പഠിച്ച് ഈ ഒരു സിവിൽ സർവീസിലേക്ക് വരാനുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് വന്നത്? താല്പര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവിൻ്റെ പിതാവ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം ഒരു റിട്ടയേർഡ് BDO ആണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഗവൺമെൻറ് സർവൻറ്റ് ആയതുകൊണ്ട് ഹി യൂസ് ടു ഓൾവേസ് എൻകറേജ് ദറ്റ് എങ്ങനെയെങ്കിലും ഇതിനകത്ത് പോകണം, IAS IPS ആകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എൻകറേജ്മെൻറ്റ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മോട്ടീവ് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. പരിശീലന മസൂറി വെച്ചാണോ അദ്ദേഹത്തെ കണ്ടുമുട്ടി നാഗരാജ്? അല്ല, അദ്ദേഹം ഞാനും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരുന്നു. ഞങ്ങൾ കമ്പൈൻഡ് സ്റ്റഡി. പഠിക്കുന്ന കാലത്ത് അറിയാം. അതെ, പഠിക്കുന്ന കാലത്ത് അറിയാം. ഓ ശരി. അദ്ദേഹത്തിൻ്റെ സ്ഥലം
അദ്ദേഹത്തിൻ്റെ സ്ഥലം ഹൈദരാബാദാണ്. അട്ടല്ലൂരി എന്ന് പറയുന്ന ഈ ഏത് ഭാഗത്താണ് ഈ സ്ഥലം? അത് ഗുണ്ടൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലും. പക്ഷേ അത് ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ആയിരിക്കാം, അതിപ്പോൾ നമുക്ക് ട്രേസും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ പേരൻസും പിന്നെ ആ ഗുണ്ടൂരുടെ സൈഡിലുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്, പാമുലപാട് എന്ന് പറയും. അവിടെയാണ് എൻ്റെ ഫാദർ ജനിച്ച് വളർന്നത്, മദർ ഗുണ്ടൂർ ആയിരുന്നു. സോ അങ്ങനെയാണ് ഇപ്പോൾ ഗുണ്ടൂർ ബേസ് ആയത് ഞങ്ങൾക്ക്. കേരള കേഡറായതോടുകൂടി കേരളീയരായല്ലോ. എങ്ങനെയുണ്ട് കേരളം? ഓ, കേരളം നല്ല ഇഷ്ടപ്പെട്ടു. കേരളത്തിൽ ജോലി എടുക്കുന്നത് ഈസിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നമ്മുടെ കോൺഷ്യൻസ് എന്താണ്, മനസാക്ഷി അനുസരിച്ച് നമുക്ക് ജോലി എടുക്കാം. സോ എന്തായാലും നമ്മുടെ ഇൻഫ്ലുവൻസ് കൂടുതലോ കുറവാണോ? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാളും കുറവാണ്. പിന്നെ നമ്മുടെ മിനിസ്റ്റേഴ്സ് ആയാലും നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്കും കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. സോ അത്രയും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലാണ് നമ്മൾ ജോലി എടുക്കുന്നത്. അഫ്കോഴ്സ് അതിനകത്തും പിന്നെ അഫ്കോഴ്സ് ഓഫീസേഴ്സിലെ പ്ലസും മൈനസും ഉള്ളവരുണ്ട്, അങ്ങനെ തന്നെ ആ സൈഡിലെയും പ്ലസും മൈനസും കാണാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു I have never felt that kind of discrimination of like being an outsider or being a woman or anything. I have always, ഇപ്പോൾ ഞാൻ ലോ ആൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഈ ജോബ്സിലുണ്ട്. സോ I have always had the best kind of support from the Kerala government and the Kerala public. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബെവ്കോ എന്ന് പറയുമ്പോൾ പോലീസിലെ പോലെ ഒരു പബ്ലിക് അക്സെപ്റ്റൻസ് നേരത്തെ ഇല്ലായിരുന്നു. പക്ഷേ ഇനി വിവാഹം ഒരു കമ്പോളമായിട്ട് കാണാൻ പാടില്ല. പക്ഷേ വിവാഹ മാർക്കറ്റിൽ ഇവരുടെയൊക്കെ ഒരു നല്ല ഉയരും എന്നുള്ള രീതിയിലായിരിക്കും ബോണസ്. എല്ലാ ആശംസകളും, ഓണാശംസകൾ പ്രത്യേകിച്ച്. താങ്ക് യു വെരി മച്ച്.